വെൽക്കം ബാക്ക്. എൻ്റെ കഴിഞ്ഞോട്ടത്തെ വീഡിയോ കണ്ണിലേക്ക് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു വെറൈറ്റി പരിപാടി ഇട്ടുന്നത് കാറൊന്നും അടിച്ചാന്നുള്ള. അതിന് മുമ്പ് നമുക്ക് റിയ ഷിൻചാൻ പിഞ്ചാനെ ഇവിടെ നിന്ന് മാറ്റണം. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പോയി പറയാം, റിയ ഷിൻചാൻ പിഞ്ചാൻ എല്ലാം പറഞ്ഞ സെറ്റാണല്ലോ. നിങ്ങൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തോളം ഞാൻ ഇവിടെ ഒരു ഗെയിം കളിക്കാൻ പോവാണ്. അതെ ഫ്രണ്ട്, ഞങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ട്. അപ്പം ഞങ്ങൾ പോവാ. അപ്പം ഗെയിം കളിച്ച് കില്ലായിട്ട് കളിക്കണം കേട്ടോ. താങ്ക് യു. ഞാൻ എന്നാൽ പോട്ടെ, നിങ്ങളും പൊക്കോ. സോ ഗൈസ്, റിയ ഷിൻചാൻ പിഞ്ചാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി എന്താ കളി, ആരാ ഉള്ളതെന്നൊക്കെ അല്ലേ അറിയണ്ടേ. ഇവിടെ നിൽക്ക്, അതൊക്കെ പുറത്ത് ചെയ്ത് നോക്കിയിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ കണ്ടസ്റ്റൻസ്. ആരാന്ന് വെച്ചാൽ ഇവിടെ സ്ക്വിഡ് ഗെയിമിലെ ഡോളുണ്ട്, കിക്കോയുണ്ട്, ഇനി ശിവയുണ്ട്, പിന്നെ ഒരു ഷിൻചാൻ പോലത്തെ അവൻ്റെ പേര് രാഹുൽ. അപ്പം പിന്നെ ഡോറേമോനുണ്ട്, കമലയുണ്ട്. അപ്പം ഞാൻ പോയി 1000 വരെ എണ്ണാൻ പോവാണ്. അപ്പം ഇവരൊക്കെ പോയി കളിക്കും. അതാണ് ഗെയിം. എൻ്റെ ഈ തോക്കെന്താണെന്നല്ലേ, ഹൈഡാങ്കിലാണ് ഈ ഗെയിമിൻ്റെ പേര്. എന്തായാലും ഞാൻ പോയി എണ്ണട്ടെ, അല്ലെങ്കിൽ ഒരു കളിക്കാൻ പറ്റില്ലല്ലോ. 1 2 3 4. സോ ഗൈസ്, നിങ്ങൾക്കറിയാവുന്നത് ഞാനാണ് സ്ക്വിഡ് ഗെയിമിലേക്കുള്ള ബൊമ്മ. ഹൈഡാങ്കില്ലാണ്. ഞാൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണം. എനിക്ക് നല്ല പൊക്കമുള്ളതാണ്, എന്തായാലും എന്നെ കണ്ടുപിടിക്കും. ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, അങ്ങോട്ട് പോവാ. അതിൻ്റെ മേലെ ഒളിച്ചിരുന്ന ആ ഫ്രാങ്കിൽ എന്നെ കണ്ടുപിടിക്കത്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ മേലെ വലിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങാനും നിൽക്കാൻ ഗൈസ്. ആ ഫ്രാങ്കിൽ എങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ ചത്തു ഗൈസ്. ഞാൻ ചത്തുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഗൈസ്, ഞാനാണ് കമല. എന്നെ അറിയോ? എന്നെ എനിക്കറിയില്ലായിരിക്കും. ഞാനേ ഭയങ്കര ആളാ. എൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോയി കണ്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒളിക്കാൻ ഉദ്ദേശിച്ചത് നമ്മളെ ജുറാസിക് പാർക്കിലാണ് കേട്ടാ. ജുറാസിക് പാർക്കിൽ കളിച്ചാൽ മണ്ട ഫ്രാങ്ക് എന്തായാലും എന്നെ കണ്ടുപിടിക്കത്തില്ല. എന്തായാലും എനിക്ക് 100% ഉറപ്പാണ്. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ആ സ്ക്വിഡ് ഗെയിമിലെ ഒരാളാണ്. ഞാൻ എവിടെ ഒളിക്കാൻ പോണേന്ന് വെച്ചാൽ നമ്മുടെ ഷോറൂമിലാണ്. വന്ന വഴി കണ്ടതാണ്. ഫ്രാങ്കിൽ എങ്ങാനും എന്നെ കണ്ടുപിടിച്ചാൽ പിന്നെ ഞാൻ തീർന്നു പോകും. തൽക്കാലം ഇവിടെ കയറി ഒളിച്ചിരിക്കാം. വലിയ സ്ക്വിഡ് ഗെയിം നടത്തുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒളിച്ചിരിക്കാം എന്തായാലും. എനിക്ക് വലുതായിട്ട് ഓടാനൊന്നും വേണം. ഇവിടെ തന്നെ അങ്ങോട്ട് ഒളിച്ചിരിക്കാൻ പോവാ. 999,000. സോ ഗൈസ്, അങ്ങനെ നമ്മൾ 1000 ഏരിയ കഷ്ടപ്പെട്ട് തന്നെ തീർത്ത്. ഇനി എല്ലാത്തിനും അങ്ങോട്ട് കൊല്ലും. ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കയറി നോക്കാം. ഇവിടെ കളിക്കാൻ ആരെങ്കിലും ചാൻസ് ഉണ്ടോ? വല്ല മണ്ടന്മാരുമാണ്. ഇവിടെ ഒന്ന് വിളിച്ചിരിക്കാൻ നല്ല ചാൻസ് കുറവാണ്. ഒരു മിനിറ്റ്, ഇവിടെ ആരുമില്ല ഗൈസ്. ഡോറേമോനാ. ഇവനെവിടെ വെക്കാം? അലച്ചേട്ടപ്പം എന്ത് രസം. അങ്ങനെ അവനെ കണ്ടുപിടിച്ച് കൊന്നു. അപ്പം അവനോട്ടായി. ഇനി മേളാരെങ്കിലും ഉണ്ടാവോ? ഒരു വീട്ടിൽ 2 ആൾക്കാരൊക്കെ വിളിക്കുമോ? എന്തായാലും ഇവിടെ നോക്കിയേക്കാം. ഇവിടെ ആരും ഇല്ല. ഞാൻ വിചാരിച്ച ഏതെങ്കിലും മടിയന്മാർ ഇവിടെ വിളിച്ചിരിക്കുന്നു. എന്തായാലും ഡോറേമോ വിളിച്ചു വെച്ചാലേ. ഇത് ഏത് സൈക്കിളാണെന്ന് മനസ്സിലാക്കാനുള്ളേക്കും. ഇതില്ലേ മറ്റേ ശിവ വന്ന സൈക്കിളാണ് ഗൈസ്. നമ്മളിപ്പോൾ തൽക്കാലം എടുത്തേക്കാൻ കണ്ട നല്ല സ്പീഡിലുള്ള സൂപ്പർ പവറൊക്കെ. ഇനി നമുക്ക് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം. ഇവിടെ എന്തായാലും ആരെങ്കിലും വിളിച്ചിരിക്കും. കാരണം പോലീസ് സേവ് ചെയ്യുമെന്ന് വിചാരിച്ചാണ്. പോലീസുകാർക്ക് നമ്മൾ പേടിയാണ് ഗൈസ്. ഇവിടെ ഒരു സ്ഥലം ഉണ്ടാവില്ല. രാഹുലൂട്ടാ, ചാവട മോനെ.
അങ്ങനെ ആ ശബ്ദം കേട്ടപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. ഇനി മേള ആരെങ്കിലും ഉണ്ടാവോ? ഇതെല്ലാം പറയാൻ പറ്റില്ല. പോലീസ് രക്ഷിക്കുന്ന ചെയ്യണ പോലെ ആരെങ്കിലും ഉണ്ടാവും. അയ്യോ രാമീനെ, ഇപ്പം ചത്തില്ലെന്നേ ഉള്ളൂ. നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഭയങ്കര മോഡിഫൈഡ്. അങ്ങനെ നമ്മൾ സ്റ്റണ്ടൊക്കെ കാണിച്ച് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആരുണ്ട്? എടാ ശിവൻ. അടിച്ചു കൊന്ന്. അത്രേ ഉള്ളൂ, 1 ഷോട്ട്. ഗൈസ് അവൻ്റെ ഈ തോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ടെങ്ങാനും വെടി വെച്ചാൽ ഇപ്പം ഞാനും ചത്തേനെ. അപ്പം അതിൻ്റെ വിന്നർ അവനായിരിക്കും ഗൈസ്. നമ്മളങ്ങനെ പണക്കാരൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പണക്കാരൻ്റെ വീട്ടിൽ ആരുമില്ല ഗൈസ്. നമുക്കെന്തായാലും മേപ്പോട്ടും കൂടി പോയി നോക്കാം. ഒരുണ്ടേ എടാ കിക്കോയെ, ഇന്നാ പിടിച്ച മച്ചാനെ. അങ്ങനെ അവനും ചത്തിട്ടുണ്ട്. ഇപ്പം ഹാപ്പിയായി. ഇനി ആരാ ഉള്ളത്? ഇനി നമ്മുടെ സ്ക്വിഡ് ഗെയിമിൽ 2 പേരും പിന്നെ കമലുണ്ട്. നീ ആ കമലേനെയും പിന്നെ സ്ക്വിഡ് ഗെയിമിൽ ഒരാളെയും കണ്ടുപിടിച്ചാൽ ലാസ്റ്റത്തെ ആളായിരിക്കും വിന്നർ. നേരെ പോയി കമലയെ കണ്ടുപിടിച്ചാൽ മിക്കവാറും കമല, അക്കോർഡിംഗ് ടു മൈ കാൽക്കുലേഷൻ, കമൽ ഇവിടെ ഉണ്ടാവണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്, മനസ്സിലായോ? ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ നല്ല പണിയാണ് കേട്ടോ. ഈ സൈക്കിളിൻ്റെ ഒരു സൂപ്പർ പവർ ഉള്ള കാരണം നമുക്കൊന്ന് സ്പീഡിൽ പോവാം. എവിടെയാണ് ഈ കമല? കാണില്ലല്ലോ ഇവിടെ എങ്ങാനും. ഇവിടെ ഡൈനോസറിനും ചവിട്ടി കൊന്ന. അങ്ങനെയാണെങ്കിൽ ഈസി ആയി പണി. സോ ഗൈസ്, ഇതേ കമലേനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെച്ച് ഇടിച്ചുമല്ല, നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേറെ സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെയൊക്കെ പോലെ ഇത്ര മതി. ഇതെന്താണ് ചാവത്ത? അത്രേ ഉള്ളു. ചത്തില്ലേ? ഇനി എനിക്കാണ് ഒത്തിരി. കണ്ടോ, വീക്ക് ഒപ്പോണൻസ് ഗായ്സ്, വീക്ക് ഒപ്പോണൻസ്. ഇവരെയൊക്കെ ചവിട്ടിക്കൊല്ലാൻ വലിയ സീനൊന്നുമില്ല. സൈക്കിൾ വെച്ചാൽ അരച്ച് പപ്പടാക്കിയാൽ മതി. ഇനി നമുക്ക് ആ സ്ക്വിഡ് ഗെയിമിൽ അയാൾ പോയി നോക്കണം. അയാൾ മിക്കവാറും ഇവിടെ ഉണ്ടാവും. അക്കോർഡിംഗ് ടു അയാളുടെ കളർ വെച്ചാൽ പിങ്ക് വീട്ടിലുണ്ടാവുമോ? ഒരു സ്ഥലം വിട്ടുപോയി ഗൈസ്. നമുക്കില്ലേ ആ ഷോറൂമിലൊക്കെ എല്ലാം അയാൾ വന്നപ്പോൾ അങ്ങോട്ടൊരു നോട്ടം ഉണ്ടായിരുന്നു. മിക്കവാറും അയാൾ അങ്ങോട്ടേക്കും പോയേക്കണം. എന്തായാലും നമുക്ക് നമ്മുടെ ഷോറൂമിലൊക്കെ നേരെ നല്ല സൂപ്പർ ഫാസ്റ്റ്, ഹൈപ്പർ ഫാസ്റ്റ്, ആ ഫാസ്റ്റ്, ഈ ഫാസ്റ്റ് കൊണ്ട് നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഇല്ല. അപ്പോൾ എന്തായാലും മേളിലുണ്ടാവും. ഇയാളെ അങ്ങോട്ട് കൊന്നു കളയാം. അത്രേ ഉള്ളു ഗായ്സ്. അയാളങ്ങനെ ചത്തേ. ഇനിയും ഒരാളും കൂടി. ഒരു മിനിറ്റേ, ഒരാളെന്ന് വെച്ചാൽ ഗായ്സ് ആ സ്ക്വിഡ് ഗെയിമിൽ അമ്മച്ചി ജയിച്ച്. ഇതാണ് നമ്മുടെ വിന്നർ. ഇതാണ് നമ്മുടെ വിന്നർ. കണ്ടോട്ടോ, ഇതാണ് വിന്നറേ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി. നിങ്ങൾക്ക് ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക. പിന്നെ അറിയാലോ എന്താ ചെയ്യരുത്.